നമസ്കാരം, പാർവതീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കറിവേപ്പിലയുടെ പൊടിയാണ്. അതിനായിട്ട് ഒരു പിടി വേപ്പില എടുത്തിട്ടുണ്ട്. ഈ വേപ്പില നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അളവുകളെല്ലാം ഞാൻ താഴെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാൻ മറക്കരുത്. ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പകരം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, പക്ഷെ വേറെ എണ്ണകളൊന്നും ഇതിനായിട്ട് ഉപയോഗിക്കില്ല. ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് ഒരു 3 ടീസ്പൂൺ കടലപ്പരിപ്പാണ്. ഈ കടലപ്പരിപ്പ് നന്നായി വറുത്തെടുക്കുക. ഇനിയിപ്പോൾ ആരോഗ്യം നോക്കുന്നവരാണെങ്കിൽ എണ്ണ ചേർക്കണം എന്നില്ല, പകരം ഡ്രൈ ആയിട്ട് തന്നെ വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് തന്നെ വേണം വറുക്കാൻ. തീ കൂട്ടിയിടുമ്പോൾ പെട്ടെന്ന് കളറ് മാറും, കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ടേസ്റ്റിനൊക്കെ മാറ്റം വരും. ഇപ്പൊ അതാ കടലപ്പരിപ്പ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് നേരം വറക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് കോരി മാറ്റി ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് ചേർക്കാം. 3 ടീസ്പൂൺ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഉഴുന്ന് പരിപ്പാണ് കയ്യിലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് ചേർക്കാം. അതിന്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇപ്പൊ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പരുവത്തിലെ ഉഴുന്ന് കോരി അതേ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം. ഇനി ഇതിലേക്ക് വേപ്പില ചേർക്കാം. വേപ്പിലയിൽ ജലാംശം ഒട്ടും പാടില്ല, അപ്പോഴേ ഇത് കേടുകൂടാതെ ഇരിക്കൂ. ഇനി ഇത് നന്നായി ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വറ്റൽമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ കുരുമുളക് മാത്രം ചേർത്താൽ മതി, ഇത് ഒഴിവാക്കാം. ചെറിയ തീയിലിട്ടിട്ട് തന്നെ വേപ്പിലയും മുളകും കൂടി ഒരു 2 മിനിറ്റ് നേരം വറക്കുക. മുളകിന്റെ ഉള്ളിലൊക്കെ നന്നായി ചൂടാവണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. കുരുമുളക് എന്ന് പറയുമ്പോൾ എരിവിന് ആവശ്യമുള്ളത് ചേർക്കണം. ഇതിപ്പോൾ എരിവ് ഒരു പൊടിക്ക് മീതെ നിൽക്കുന്ന വിധത്തിലാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ചുവന്ന മുളക് ഒഴിവാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വേണം കുരുമുളക് ചേർക്കാൻ. 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ഇതേ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റുക. ഇപ്പൊ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായംപൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ചേർക്കുന്നത് വാളംപുളിയാണ്. അത് നമ്മുടെ പുളിക്ക് അനുസരിച്ച് വേണം ചേർക്കാൻ. ഞാനിപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡ്രൈ ആയിട്ട് പൊടിക്കുന്നത് കൊണ്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിടുക, നന്നായി പൊടിച്ചെടുക്കുക. ഇതൊരു വായു കടക്കാത്ത കുപ്പിയിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കുറെ നാള് കേടുകൂടാതിരിക്കും. ഇപ്പൊ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്, നന്നായി തന്നെ പൊടിച്ചിട്ടുണ്ട്. കളർ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഇതിൽ കൂടുതലും ചേർത്തിരിക്കുന്നത് വേപ്പില തന്നെയാണ്. തലമുടി വളരാൻ മാത്രമല്ല, കണ്ണിന്റെ ആരോഗ്യത്തിനും ഓവറോൾ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എരിവ്, പുളി, ഉപ്പ്, ഇത് 3ഉം നമ്മുടെ പാകത്തിനനുസരിച്ച് വേണം ചേർക്കാൻ. മറ്റൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.